ശാന്തി. 31/1/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, പുണ്യ ആത്മാവ് ആകണമെങ്കിൽ തൻ്റെ കണക്ക് പുസ്തകം നോക്കൂ. ഏതെങ്കിലും പാപം ഉണ്ടാകുന്നില്ലല്ലോ. സത്യത്തിൻ്റെ കണക്ക് ശേഖരിച്ചുവോ? ചോദ്യം: ഏറ്റവും വലിയ പാപം ഏതാണ്? ഉത്തരം: ആരിലെങ്കിലും മോശമായ ദൃഷ്ടി വയ്ക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. പുണ്യ ആത്മാവാകുന്ന കുട്ടികളായ നിങ്ങൾക്ക് ആരുടെയും മേൽ മോശമായ ദൃഷ്ടി അഥവാ വികാരി ദൃഷ്ടി വയ്ക്കുവാനാകില്ല. ഇത് പരിശോധിക്കണം. നമ്മൾ എത്രത്തോളം യോഗത്തിൽ ഇരിക്കുന്നുണ്ട്? ഏതെങ്കിലും പാപം ചെയ്യുന്നില്ലല്ലോ. ഉയർന്ന പദവി നേടണമെങ്കിൽ ജാഗ്രത വയ്ക്കൂ. അല്പം പോലും കുദൃഷ്ടി ഉണ്ടാകരുത്. ബാബ ഏതൊരു ശ്രീമത്ത് നൽകുന്നുവോ അതനുസരിച്ച് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കൂ. ഗീതം. മുഖം നോക്കൂ പ്രാണി. ഓം ശാന്തി. പരിധിയില്ലാത്ത ബാബ തൻ്റെ കുട്ടികളോട് പറയുന്നു, കുട്ടികളെ, തൻ്റെ ഉള്ളിൽ ഒരൽപ്പം പരിശോധിക്കൂ. മനുഷ്യർക്ക് നമ്മൾ മുഴുവൻ ജീവിതത്തിലും എത്ര പാപവും എത്ര പുണ്യവും ചെയ്തു എന്നത് അറിയാമായിരിക്കും. ദിവസവും തൻ്റെ കണക്ക് പുസ്തകം നോക്കൂ. എത്ര പാപവും എത്ര പുണ്യവും ചെയ്തു? ആരെയെങ്കിലും അപ്രസന്നം അഥവാ അതൃപ്തം ആക്കിയില്ലല്ലോ. ഓരോ മനുഷ്യനും മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ലൈഫിൽ എന്തെല്ലാമാണ് ചെയ്തത്, എത്ര പാപം ചെയ്തു, എത്ര ദാനപുണ്യവും മറ്റും ചെയ്തു. മനുഷ്യർ യാത്ര പോകുമ്പോൾ ദാനപുണ്യങ്ങൾ ചെയ്യുന്നു, പ്രയത്നിച്ച് പാപം ചെയ്യാതിരിക്കുന്നു. അപ്പോൾ ബാബ കുട്ടികളോട് തന്നെയാണ് ചോദിക്കുന്നത്, എത്ര പാപവും എത്ര പുണ്യവും ചെയ്തു? ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് പുണ്യ ആത്മാവ് ആകേണ്ടതുണ്ട്. യാതൊരു പാപവും ചെയ്യരുത്. പാപവും അനേകം പ്രകാരത്തിലുള്ളവയുണ്ട്. ആരുടെയെങ്കിലും മേൽ മോശമായ ദൃഷ്ടി പോകുന്നുവെങ്കിൽ ഇതും പാപമാണ്. മോശമായ ദൃഷ്ടി ഉണ്ടാകുന്നത് തന്നെ വികാരത്തിൻ്റെതാണ്. അതാണ് ഏറ്റവും മോശമായത്. ഒരിക്കലും വികാരത്തിൻ്റെ ദൃഷ്ടി പോകാൻ പാടില്ല. പൊതുവെ സ്ത്രീ പുരുഷന്മാർക്ക് വികാരത്തിൻ്റെ തന്നെ ദൃഷ്ടിയാണ് ഉണ്ടാകുന്നത്. കുമാരിമാർക്കും എവിടെയെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വികാരത്തിൻ്റെ ദൃഷ്ടി ഉയരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ വികാരത്തിൻ്റെ ദൃഷ്ടി ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇല്ലെങ്കിൽ പിന്നെ നിങ്ങളെ കുരങ്ങൻ എന്ന് പറയേണ്ടി വരും. നാരദൻ്റെ ഉദാഹരണമുണ്ടല്ലോ, എനിക്ക് ലക്ഷ്മിയെ വരിക്കാൻ സാധിക്കുമോ എന്ന് പറഞ്ഞു. നിങ്ങളും പറയുന്നുവല്ലോ, നമ്മൾ ലക്ഷ്മിയെ വരിക്കും. നാരിയിൽ നിന്നും ലക്ഷ്മിയും നരനിൽ നിന്നും നാരായണനുമാകും എന്ന് ബാബ പറയുന്നു. തൻ്റെ ഹൃദയത്തോട് ചോദിക്കൂ, എത്രത്തോളം നമ്മൾ പുണ്യ ആത്മാവായി ഏതെങ്കിലും പാപം ചെയ്യുന്നില്ലല്ലോ. എത്രത്തോളം യോഗത്തിൽ ഇരിക്കുന്നുണ്ട്. കുട്ടികളായ നിങ്ങൾ ബാബയെ തിരിച്ചറിഞ്ഞു. അതിനാലാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ലോകത്തുള്ള മനുഷ്യർ ഇത് ബാബ്ദാദയാണ് എന്ന് ബാബയെ തിരിച്ചറിയുകയില്ല. ബ്രാഹ്മണ കുട്ടികളായ നിങ്ങൾക്കറിയാം, പരമപിത പരമാത്മാവ് ബ്രഹ്മാവിൽ പ്രവേശിച്ച് നമുക്ക് അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ഖജനാവ് നൽകുന്നു. മനുഷ്യരുടെ അടുക്കലുള്ളത് വിനാശി ധനമാണ്. അത് ദാനം ചെയ്യുന്നു. അത് കല്ലാണ്. ഇത് ജ്ഞാനത്തിൻ്റെ രത്നങ്ങളാണ്. ജ്ഞാനസാഗരമായ ബാബയുടെ അടുക്കൽ തന്നെയാണ് രത്നങ്ങളുള്ളത്. ഈ ഓരോരോ രത്നവും ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. രത്നാകരനായ ബാബയിൽ നിന്നും ജ്ഞാനരത്നം ധാരണ ചെയ്ത ശേഷം ഈ രത്നങ്ങൾ ദാനം ചെയ്യണം. ആര് എത്രത്തോളം എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം ഉയർന്ന പദവി നേടും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, തൻ്റെ ഉള്ളിൽ നോക്കൂ, നമ്മൾ എത്ര പാപം ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും പാപം ഉണ്ടാകുന്നില്ലല്ലോ. അല്പം പോലും കുദൃഷ്ടി ഉണ്ടാകരുത്.
ബാബ ഏതൊരു ശ്രീമത് നൽകുന്നുവോ അതനുസരിച്ച് പൂർണ്ണമായും നടന്നുകൊണ്ടിരിക്കണം. ഈ ജാഗ്രത ആവശ്യമാണ്. മായയുടെ കൊടുങ്കാറ്റ് വന്നാലും കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു വികർമ്മവും ചെയ്യരുത്. ആരുടെയെങ്കിലും നേർക്ക് കുദൃഷ്ടി പോയെങ്കിൽ അവരുടെ മുന്നിൽ നിൽക്കാൻ പോലും പാടില്ലാത്തതാണ്. ഉടനടി പോയിക്കളയണം. ഇവരുടേത് കുദൃഷ്ടിയാണ് എന്ന് മനസ്സിലാകുന്നു. അഥവാ ഉയർന്ന പദവി നേടണമെങ്കിൽ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കുദൃഷ്ടി ഉണ്ടായിരിക്കുകയാണെങ്കിൽ പിന്നെ കൈയില്ലാത്തവരും മുടന്തനുമാകും. ബാബ ഏതൊരു ശ്രീമത് നൽകുന്നുവോ അതനുസരിച്ച് നടക്കണം. ബാബയെ കുട്ടികൾക്ക് തന്നെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ബാബ എവിടെയെങ്കിലും പോവുകയാണ് എന്ന് വിചാരിക്കൂ. ബാബ് ദാദ വന്നിരിക്കുകയാണ് എന്ന് കുട്ടികൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. കാണുന്ന വളരെയധികം മനുഷ്യരുണ്ട്, പക്ഷേ അവർക്ക് അറിയില്ല ഇതാരാണ് എന്നാരെങ്കിലും ചോദിച്ചാൽ പറയൂ, ബാബ് ദാദയാണ്. ബാഡ്ജ് എല്ലാവരുടെയും അടുക്കൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. പറയൂ, ശിവ് ബാബ നമുക്ക് ഈ ദാദായിലൂടെ അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം നൽകുന്നു. ഇത് സ്പിരിച്വൽ നോളജാണ്. സ്പിരിച്വൽ ഫാദർ അഥവാ എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഇരുന്ന് ഈ നോളജ് നൽകുന്നു. ശിവഭഗവാനുവാച. ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാനുവാച എന്നത് റോങ് ആണ്. ജ്ഞാനസാഗരം പതീത പാവനൻ എന്ന് ശിവനെ തന്നെയാണ് പറയുന്നത്. ജ്ഞാനത്തിലൂടെ തന്നെയാണ് സദ്ഗതി ഉണ്ടാകുന്നത്. ഇത് അവിനാശി ജ്ഞാനരത്നമാണ്. സദ്ഗതി ദാതാവ് ഒരേ ഒരു ബാബയാണ്. ഈ എല്ലാ വാക്കുകളും പൂർണ്ണ രീതിയിൽ ഓർമ്മ വയ്ക്കേണ്ടതാണ്. ഇപ്പോൾ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയെ അറിയുന്നു, ബാബയെ മനസ്സിലാക്കുന്നു, ഞാൻ കുട്ടികളെ അറിയുന്നു. ഇതെല്ലാം എൻ്റെ കുട്ടികളാണ് എന്ന് ബാബ പറയുമല്ലോ, പക്ഷേ അറിയുവാൻ സാധിക്കുന്നില്ല. ഭാഗ്യത്തിൽ ഉണ്ടായിരിക്കുമെങ്കിൽ മുന്നോട്ട് പോകവേ അറിയും. ഈ ബാബ എവിടെയെങ്കിലും പോകുന്നു എന്ന് വിചാരിക്കൂ. ഇതാരാണ് എന്നാരെങ്കിലും ചോദിക്കുകയാണ്. തീർച്ചയായും ശുദ്ധഭാവത്തോടെ തന്നെയാണ് ചോദിക്കുന്നത്. ബാബ് ദാദയാണ് എന്ന വാക്ക് തന്നെ പറയൂ. പരിധിയില്ലാത്ത ബാബ നിരാകാരമാണ്. ആ ഒന്ന് സാകാരത്തിൽ വരാത്തത് വരെയും ബാബയിൽ നിന്നും എങ്ങനെയാണ് സമ്പത്ത് ലഭിക്കുക? അപ്പോൾ ശിവ് ബാബ പ്രജാപിത ബ്രഹ്മാവിലൂടെ അഡോപ്റ്റ് ചെയ്ത് സമ്പത്ത് നൽകുന്നു. ഇത് പ്രജാപിത ബ്രഹ്മാവും മറ്റേത് ബികെയുമാണ്. പഠിപ്പിക്കുന്നവൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്നിൽ നിന്ന് തന്നെയാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈ ബ്രഹ്മാവും പഠിക്കുന്നു. ഇത് ബ്രാഹ്മണനിൽ നിന്നും പിന്നെ ദേവത ആകുന്നവരാണ്. മനസ്സിലാക്കിക്കുന്നത് എത്ര സഹജമാണ്. ആർക്കെങ്കിലും ബാഡ്ജ് ഉപയോഗിച്ച് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പറയൂ, ബാബു പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ വികർമ്മം വിനാശമാകും. പാവനമായി പാവന ലോകത്തിൽ പോവുകയും ചെയ്യും. ഇത് പതീത പാവനായ ബാബയാണല്ലോ. നമ്മൾ പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ വിനാശത്തിൻ്റെ സമയമാകുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ പഠനം പൂർത്തിയാകും. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് എത്ര സഹജമാണ്. ആരെങ്കിലും എവിടെയെങ്കിലും പോയി വരികയാണെങ്കിലും ബാഡ്ജ് ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ ബാഡ്ജിനോടൊപ്പം പിന്നെ ഒരു ചെറിയ നോട്ടീസും ഉണ്ടായിരിക്കണം. അതിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകണം, ഭാരതത്തിൽ ബാബ വന്ന് വീണ്ടും ആദി സനാതന ദേവീദേവതാ ധർമ്മം സ്ഥാപിക്കുന്നു. ഇപ്പോൾ എല്ലാ അനേകം ധർമ്മങ്ങളും ഈ മഹാഭാരത യുദ്ധത്തിലൂടെ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ ഡ്രാമ പ്ലാൻ അനുസരിച്ച് ഇല്ലാതാകും. ഇങ്ങനെയുള്ള നോട്ടീസ് 2-4 ലക്ഷം അച്ചടിക്കണം. ആർക്കും നോട്ടീസ് നൽകാൻ കഴിയും വിധത്തിൽ. മുകളിൽ ത്രിമൂർത്തി ഉണ്ടായിരിക്കണം. മറുഭാഗത്ത് സെൻറ്റേഴ്സിൻ്റെ അഡ്രസ് ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് മുഴുവൻ ദിവസവും സർവീസിൻ്റെ ചിന്ത നടക്കേണ്ടതാണ്.
കുട്ടികൾ ഗീതം കേട്ടു. ദിവസവും ഇരുന്ന് തൻ്റെ കണക്കെടുക്കണം. ഇന്ന് മുഴുവൻ ദിവസത്തിലും നമ്മുടെ അവസ്ഥ എങ്ങനെയായിരുന്നു? ബാബ ഇങ്ങനെയുള്ള ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ട്. അവർ ദിവസവും രാത്രിയിൽ മുഴുവൻ ദിവസത്തെയും കണക്ക് ഇരുന്ന് എഴുതുന്നു. എന്തെങ്കിലും മോശമായ പ്രവൃത്തി ചെയ്തില്ലല്ലോ എന്ന് പരിശോധിക്കുന്നു. മുഴുവനും എഴുതുന്നു. നല്ല ജീവിത കഥ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് വരുന്നവരും വായിച്ച് ഇങ്ങനെ പഠിക്കും എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ എഴുതുന്ന നല്ല വ്യക്തികളുമുണ്ട്. എല്ലാവരും വികാരികൾ തന്നെയാണ്. ഇവിടെയാണെങ്കിൽ ആ കാര്യമില്ല. നിങ്ങൾ തൻ്റെ കണക്ക് ദിവസവും നോക്കൂ. പിന്നെ ബാബയുടെ അടുത്ത് അയച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഉന്നതി ഉണ്ടാകും, ഭയവും ഉണ്ടായിരിക്കും. എല്ലാം ക്ലിയറായി എഴുതണം. ഇന്ന് നമുക്ക് മോശമായ ദൃഷ്ടി ഉണ്ടായി, ഇതുണ്ടായി എന്നെല്ലാം. ആരാണോ പരസ്പരം ദുഃഖം നൽകുന്നത്, ബാബ അവരെ വഞ്ചകർ എന്ന് പറയുന്നു. ജന്മജന്മാന്തരങ്ങളിലെ പാപം നിങ്ങളുടെ ശിരസിലുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുടെ ബലത്തിലൂടെ പാപങ്ങളുടെ ഭാരം ഇറക്കേണ്ടതുണ്ട്. അതിനാൽ ദിവസവും നോക്കണം. നമ്മൾ മുഴുവൻ ദിവസത്തിലും ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. ഇതിലൂടെ പാപം ഉണ്ടാകുന്നു. ബാബ പറയുന്നു, കുട്ടികളെ, ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കൂ. തൻ്റെ പൂർണ്ണ പരിശോധന നടത്തൂ. നമ്മൾ എത്ര പാപവും എത്ര പുണ്യവും ചെയ്തോ? ആരെയെല്ലാം കണ്ടുമുട്ടിയോ എല്ലാവർക്കും ഈ വഴി പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. എല്ലാവരോടും വളരെ സ്നേഹത്തോടെ പറയൂ, ബാബയെ ഓർമ്മിക്കണം, പവിത്രവുമാകണം. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ കമല പുഷ്പ സമാനം പവിത്രമാകണം. നിങ്ങൾ സംഗമത്തിലാണെങ്കിലും ഇത് രാവണ രാജ്യം ആണല്ലോ. ഈ മായാവി വിഷയവൈതരണി നദിയിൽ കഴിയവേ കമലപുഷ്പ സമാനം പവിത്രമാകണം. കമലപുഷ്പം ധാരാളം കുട്ടികൾ, അതായത് മൊട്ടുകൾ ഉള്ളവയായിരിക്കും. എങ്കിലും ജലത്തിൽ നിന്നും ഉപരിയിരിക്കുന്നു. ഗൃഹസ്ഥിയാണ്, ധാരാളം വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉദാഹരണം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. വികാരങ്ങളിൽ നിന്നും വേറിട്ടവരായിരിക്കൂ. ഈ ഒരു ജന്മം പവിത്രമായിരിക്കൂ. അപ്പോൾ പിന്നെ ഇത് അവിനാശിയാകും. നിങ്ങൾക്ക് ബാബ അവിനാശി ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. ബാക്കിയെല്ലാം കല്ലാണ്. അവരാണെങ്കിൽ ഭക്തിയിലെ തന്നെ കാര്യങ്ങളാണ് കേൾപ്പിക്കുന്നത്. ജ്ഞാനസാഗരവും പതീത പാവനും ഒന്നു തന്നെയാണ്. ഇങ്ങനെയുള്ള ബാബയോട് കുട്ടികൾക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബയ്ക്ക് കുട്ടികളോടും കുട്ടികൾക്ക് ബാബയോടും സ്നേഹമുണ്ട്. ബാക്കി മറ്റാരുമായും കണക്ഷനില്ല. രണ്ടാനമ്മയുടെ കുട്ടികൾ എന്നാൽ ആരാണോ ബാബയുടെ മതമനുസരിച്ച് പൂർണ്ണമായും നടക്കാത്തത്. രാവണന്റെ മതമനുസരിച്ച് നടക്കുകയാണെങ്കിൽ രാമന്റെ മതം അല്ലാതായി. പകുതി കൽപ്പമാണ് രാവണ സമ്പ്രദായം. അതിനാൽ ഇതിനെ ഭ്രഷ്ടാചാരി ലോകം എന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് മറ്റെല്ലാം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ മതത്തിലൂടെ നടക്കേണ്ടതുണ്ട്. BKയുടെ മതം ലഭിക്കുന്നു. അതും പരിശോധിക്കേണ്ടതുണ്ട്. ഈ മതം റൈറ്റാണോ അതോ റോങ് ആണോ? കുട്ടികളായി നിങ്ങൾക്ക് റൈറ്റിൻ്റെയും റോങ്ങിൻ്റെയും അറിവും ഇപ്പോൾ ലഭിച്ചു. എപ്പോഴാണോ റൈറ്റിയസ് വരുന്നത് അപ്പോൾ തന്നെയാണ് റൈറ്റും റോങ്ങും പറഞ്ഞു തരുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ പകുതി കൽപ്പം ഈ ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങൾ കേട്ടു. ഇപ്പോൾ ഞാൻ നിങ്ങളെ എന്ത് കേൾപ്പിക്കുന്നുവോ ഇത് റൈറ്റാണോ അതോ അത് റൈറ്റാണോ? അവർ പറയുന്നു, ഈശ്വരൻ സർവവ്യാപിയാണ്. ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ പിതാവാണ്. ഇപ്പോൾ ജഡ്ജ് ചെയ്യൂ, ആരാണ് റൈറ്റ്? ഇതും കുട്ടികൾക്ക് തന്നെയാണല്ലോ മനസ്സിലാക്കിച്ചു തരുന്നത്. എപ്പോഴാണോ ബ്രാഹ്മണനാകുന്നത് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. രാവണ സമ്പ്രദായം വളരെയധികമുണ്ട്. നിങ്ങളാണെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. അവരിലും നമ്പർ വൈസാണ്. അഥവാ ആരെങ്കിലും കുദൃഷ്ടി ഉള്ളവരാണ് എങ്കിൽ അവരെയും രാവണ സമ്പ്രദായം എന്നാണ് പറയുക.
മുഴുവൻ ദൃഷ്ടിയും മാറി ദൈവീകം ആകുമ്പോഴാണ് രാമസമ്പ്രദായത്തിലേതായി മനസ്സിലാക്കുന്നത്. തൻ്റെ അവസ്ഥയിലൂടെ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. മുൻപ് ജ്ഞാനം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ബാബ വഴി പറഞ്ഞു തന്നു. അപ്പോൾ നോക്കണം, അവിനാശി ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? ഭക്തർ വിനാശി ധനം ദാനം ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ദാനം ചെയ്യേണ്ടത് അവിനാശി ധനത്തിൻ്റെതാണ്, വിനാശിയല്ല. അഥവാ വിനാശി ധനമുണ്ടെങ്കിൽ അലൗകിക സേവനത്തിൽ വിനിയോഗിച്ചു കൊണ്ടിരിക്കൂ. പതിതർക്ക് ദാനം നൽകുന്നതിലൂടെ പതീതം തന്നെയായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ തൻ്റെ ധനം ദാനം ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ള പ്രതിഫലം പിന്നെ 21 ജന്മങ്ങളിലേക്ക് പുതിയ ലോകത്ത് ലഭിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടവയാണ്. ബാബ സർവീസിൻ്റെ യുക്തികളും പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ മേലും ദയ കാണിക്കൂ. പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ സ്ഥാപന ചെയ്യുന്നു എന്ന് പാടപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അർത്ഥം മനസ്സിലാക്കുന്നില്ല. പരമാത്മാവിനെ തന്നെ സർവവ്യാപി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് സർവീസിൻ്റെ വളരെ നല്ല താല്പര്യം വെക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ മംഗളം ചെയ്യുകയാണെങ്കിൽ തൻ്റെയും മംഗളം ഉണ്ടാകും. ദിനം പ്രതിദിനം ബാബ വളരെ സഹജമാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ത്രിമൂർത്തിയുടെ ചിത്രം വളരെ നല്ല വസ്തുവാണ്. ഇതിൽ ശിവ് ബാബയുമുണ്ട്, പിന്നെ പ്രജാപിത ബ്രഹ്മാവുമുണ്ട്. പ്രജാപിത ബ്രഹ്മകുമാർ കുമാരിമാരിലൂടെ വീണ്ടും ഭാരതത്തിൽ 100% പവിത്രതയുടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ദൈവിക സ്വരാജ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്കി അനേകം ധർമ്മങ്ങൾ ഈ മഹാഭാരത യുദ്ധത്തിലൂടെ കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ വിനാശമാകും. ഇങ്ങനെയെല്ലാം നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്യേണ്ടതാണ്. ബാബ എത്ര സഹജമായ വഴി പറഞ്ഞു തരുന്നു. എക്സിബിഷനിലും നോട്ടീസ് നൽകൂ. നോട്ടീസിലൂടെ മനസ്സിലാക്കിക്കുന്നത് സഹജമാണ്. പഴയ ലോകത്തിൻ്റെ വിനാശം നടന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ബാക്കി ഇവയെല്ലാം വിനാശമാകും. കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ എവിടെ പോയാലും പോക്കറ്റിലും നോട്ടീസും ബാഡ്ജും സദാ കിടക്കട്ടെ. സെക്കൻഡിൽ ജീവൻ മുക്തി എന്ന് പാടപ്പെട്ടിട്ടുണ്ട്. പറയൂ, ഇത് പിതാവ്, ഇത് ദാദ. ആ പിതാവിനെ ഓർമ്മിക്കുന്നതിലൂടെ ഈ സത്യോഗി ദേവതാ പദവി നേടും. പഴയ ലോകത്തിൻ്റെ വിനാശം, പുതിയ ലോകത്തിൻ്റെ സ്ഥാപന. വിഷ്ണുപുരിയാകുന്ന പുതിയ ലോകത്തിൽ പിന്നെ ഇവരുടെ രാജ്യമുണ്ടാകും. എത്ര സഹജമാണ്. തീർത്ഥസ്ഥാനങ്ങളിലും മറ്റും മനുഷ്യർ പോകുന്നു. എത്ര തിക്കും തിരക്കും കൊള്ളുന്നു. ആര്യ സമാജികളും മറ്റും ട്രെയിൻ നിറയെ പോകുന്നു. ഇതിനെ ധർമ്മത്തിൻ്റെ തിക്കും തിരക്കും എന്ന് പറയുന്നു. വാസ്തവത്തിൽ അധർമ്മത്തിൻ്റെ തിക്കും തിരക്കുമാണ്. ധർമ്മത്തിൽ തിക്കും തിരക്കും കൊള്ളേണ്ട കാര്യമില്ല. നിങ്ങൾ പഠനം പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ മനുഷ്യർ എന്തെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ ഗീതത്തിലും കേട്ടു, മുഖം നോക്കൂ. ഈ മുഖം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും നോക്കാൻ സാധിക്കില്ല. ഭഗവാനെയും നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കും. ഇത് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവതയും പാപാത്മാവിൽ നിന്നും പുണ്യ ആത്മാവും ആകുന്നു. ലോകം ഈ കാര്യങ്ങൾ തീർത്തും അറിയുന്നില്ല. ഈ ലക്ഷ്മി നാരായണൻ സ്വർഗത്തിൻ്റെ അധികാരി എങ്ങനെയായി? ഇത് ആർക്കും അറിയില്ല. കുട്ടികളായ നിങ്ങൾ എല്ലാം അറിയുന്നു. ആരുടെ ബുദ്ധിയിലാണോ അമ്പ് കൊള്ളുന്നത്, അപ്പോൾ തോണി അക്കരെയാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം അഥവാ വിനാശി ധനമുണ്ടെങ്കിൽ അതിനെ സഫലമാക്കുന്നതിനായി
അലൗകിക സേവനത്തിൽ വിനിയോഗിക്കണം. അവിനാശി ധനത്തിൻ്റെ ദാനവും തീർച്ചയായും ചെയ്യണം. തൻ്റെ കണക്കു പുസ്തകത്തിൽ നോക്കണം നമ്മുടെ അവസ്ഥ എങ്ങനെയുണ്ട്. മുഴുവൻ ദിവസത്തിലും ഏതെങ്കിലും മോശമായ പ്രവൃത്തി ഉണ്ടാകുന്നില്ലല്ലോ. പരസ്പരം ദുഃഖം നൽകുന്നില്ലല്ലോ. ആരിലും കുദൃഷ്ടി പോകുന്നില്ലല്ലോ. വരദാനം: ഡബിൾ ലൈറ്റ് ആയി സർവ സമസ്യകളെയും ഹൈ ജമ്പ് നടത്തി മറികടക്കുന്ന തീവ്ര പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സദാ സ്വയം അമൂല്യ രത്നമായി മനസ്സിലാക്കി ബാബ്ദാദയുടെ ഹൃദയത്തിൻ്റെ ചെപ്പിൽ ഇരിക്കൂ. അതായത് സദാ ബാബയുടെ ഓർമ്മയിൽ അലിഞ്ഞിരിക്കൂ. എങ്കിൽ ഒരു കാര്യത്തിലും പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാകില്ല. എല്ലാ ഭാരവും സമാപ്തമായിക്കൊള്ളും. ഈ സഹജ യോഗത്തിലൂടെ ഡബിൾ ലൈറ്റായി പുരുഷാർത്ഥത്തിൽ ഹൈ ജമ്പ് ചെയ്ത് തീവ്ര പുരുഷാർത്ഥിയായി മാറും. ഏതെങ്കിലും പ്രയാസത്തിൻ്റെ അനുഭവം ഉണ്ടാകുമ്പോഴെല്ലാം ബാബയുടെ മുന്നിലിരിക്കൂ. ബാബ്ദാദയുടെ വരദാനങ്ങളുടെ ഹസ്തം സ്വയം തന്നിൽ അനുഭവിക്കൂ. ഇതിലൂടെ സെക്കൻഡിൽ സർവ സമസ്യകളുടെയും പരിഹാരം ലഭിക്കും. സ്ലോഗൻ: സഹയോഗത്തിൻ്റെ ശക്തി അസംഭവ്യത്തെയും സംഭവ്യമാക്കി മാറ്റുന്നു. ഇത് തന്നെയാണ് സേഫ്റ്റിയുടെ കോട്ട. തൻ്റെ ശക്തിശാലി മനസ്സിലൂടെ സകാശ് നൽകുന്നതിൻ്റെ സേവനം ചെയ്യൂ. സമയമനുസരിച്ച് 4 ഭാഗത്തും സകാശ് നൽകുന്നതിൻ്റെയും വൈബ്രേഷൻസ് നൽകുന്നതിൻ്റെയും മനസ്സിലൂടെ വായുമണ്ഡലം ഉണ്ടാക്കുന്നതിൻ്റെയും കാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ സേവനത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഏതുപോലെ സാകാര രൂപത്തിൽ ഇത് കണ്ടുവോ? ഏതൊരു എങ്ങനെയുള്ള അലയുടെ സമയം വരുമായിരുന്നപ്പോൾ ദിനരാത്രം സകാശ് നൽകുന്നതിൻ്റെയും നിർബലരിൽ ബലം നിറയ്ക്കുന്നതിൻ്റെയും അറ്റൻഷൻ ഉണ്ടായിരുന്നു. സമയം കണ്ടെത്തി ആത്മാക്കൾക്ക് സകാശ് നൽകുന്നതിൻ്റെ സേവനം നടന്നിരുന്നു. ഇതേപോലെ ഫാദറിനെ ഫോളോ ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. സമയത്തിൻ്റെ വിശേഷ മഹത്വം ബുദ്ധിയിൽ ഉറപ്പിച്ച് ഞാൻ ഒരു സെക്കൻഡിൽ അശരീരി ആത്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി അശരീരി അവസ്ഥയിൽ ഞാൻ ശബ്ദത്തിനുപരി വേറിട്ട അവസ്ഥ അനുഭവിക്കുന്നു. മുക്തിധാമത്തിൽ നിന്നും കർമ്മക്ഷേത്രത്തിൽ വന്നതും അശരീരി ആയി തന്നെ സദ്ഗുരുവായ ബാബയോടൊപ്പം മുക്തിധാമത്തിലേക്ക് ഈ കൽപ്പാന്ത്യത്തിൽ മടങ്ങേണ്ടതും അശരീരി ആയി തന്നെ. ദേഹവും ദേഹത്തിൻ്റെ ദേശവും മറന്ന് ഒരു സെക്കൻഡിൽ ഞാൻ അശരീരി ആത്മാവായി പരംധാം നിവാസിയാകുന്നു. ഓൾമൈറ്റി അതോറിറ്റിയായ ബാബയുടെ
ഏകസ്മൃതിയിൽ യോഗയുക്തമായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. മറ്റൊരു സങ്കല്പവുമില്ലാതെ ഈ അവസ്ഥയിൽ സൈലൻസിൻ്റെ ശക്തി ഞാൻ ശേഖരിക്കുന്നു. സർവബന്ധനമുക്ത സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ അശരീരി അവസ്ഥയിൽ സർവ പ്രകാരത്തിലുള്ള ഉദാസീനതകളും വിഷമതകളും അകലുന്നു. പരമാത്മാ സ്മൃതിയിൽ എൻ്റെ മനസ്സ് യോജിച്ചിരിക്കുന്നു. ഒരു സെക്കൻഡിൽ ഞാൻ മസ്തകത്തിലെ ആത്മസിംഹാസനത്തിലേക്ക് കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവായി സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ പ്രഭു പ്രീതിയുടെ ആത്മീയ ഈണത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷത്താൽ നൃത്തമാടുന്നു. ഈ സന്തോഷത്തിൻ്റെ അലകൾ ഞാൻ മുഴുവൻ വിശ്വത്തിലേക്കും വ്യാപിപ്പിക്കുന്നു.